മദ്യത്തിന്റെ ബാരലുകൾ തെരുവുകളിലേക്ക് ഒഴുക്കിക്കൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും മദ്യവിൽപ്പന നടത്തില്ല എന്ന് മദ്യവ്യാപാരികളെ കൊണ്ട് പ്രതിജ്ഞയെടുപ്പിച്ചതും, ചുണ്ടോടടുപ്പിച്ച മദ്യത്തിന്റെ കോപ്പകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും മദ്യം രുചിക്കുക പോലും ചെയ്യില്ല എന്ന് മദ്യപാനികളെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചതും, വ്യഭിചരിച്ച പുരുഷനെയും സ്ത്രീയെയും സ്വമേധയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തെത്തിക്കുകയും തൊഹിർനി യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ ഞങ്ങളെ ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കഠിനമായ ശിക്ഷ പോലും ഏറ്റുവാങ്ങുവാൻ പ്രേരിപ്പിച്ചതും ഈ പരലോക വിശ്വാസമാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പോകുമ്പോൾ ഒരു സ്ത്രീ എന്തോ ഭക്ഷണം പാകം ചെയ്യുന്ന ചുറ്റുപാടും കുട്ടികളിരുന്ന് കരയുന്നു. എന്തിനാണ് കുട്ടികൾ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ നിറകണ്ണുകളോടെ ആ സ്ത്രീ പറഞ്ഞില്ലേ, പട്ടിണി മൂലമാണ്, പല ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട്. ഞാൻ തിളപ്പിക്കുന്നത് ഭക്ഷണമല്ല, ഭക്ഷണമാണ് എന്ന് അഭിനയിക്കുകയാണ് കുട്ടികളെ സമാധാനിപ്പിക്കാൻ വേണ്ടി. പല ദിവസങ്ങളായി ഈ അഭിനയം തുടരുന്നത് കൊണ്ട് കുട്ടികൾക്ക് സത്യം മനസ്സിലായി, അതുകൊണ്ടാണ് കുട്ടികൾ കരയുന്നതെന്ന ഈ സ്ത്രീയുടെ വാക്കുകൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് അണ്ടിറങ്ങുകയും അദ്ദേഹം ഓടുകയായിരുന്നു ഗോതമ്പും വെണ്ണയും സൂക്ഷിച്ചിരുന്ന ഗോഡൌണിലേക്ക്. എന്നിട്ട് ഭൃത്യനായ അസ്ലമിനോട് പറഞ്ഞു, അസ്ലം ഒരു ചാക്ക് ഗോതമ്പന്റെ മുതുകത്ത് വെച്ച് തരിക. അസ്ലം പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, താങ്കൾ ഭരണാധികാരിയല്ലേ, ഞാൻ ചുമന്നുകൊള്ളാം. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചൊരു ചോദ്യമുണ്ട്, പരലോകത്ത് വെച്ച് അള്ളാഹുവിന്റെ സന്നിധിയിൽ എന്റെ ഭാരം ചുമക്കുവാൻ താങ്കൾ ഉണ്ടാകുമോ? എന്നിട്ട് സ്വയം അത് ചുമന്ന സ്ത്രീയുടെയും കുട്ടികളുടെയും അടുത്ത് എത്തിക്കുകയും സ്വയം അത് പാകം ചെയ്തു കൊടുത്തു. കുട്ടികൾ സംതൃപ്തിയോട് ഉറങ്ങുന്നത് വരെ അവിടെ കാത്തിരുന്നു. പോരുവാൻ നേരത്ത് ആ സ്ത്രീ പറഞ്ഞു, ഉമറിനേക്കാൾ ഭരണാധികാരിയാകുവാൻ താങ്കളാണ് യോഗ്യനെന്ന്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, ഞാനാണ് ഭരണാധികാരി, ക്രെഡിറ്റ് എടുത്തില്ല. പരലോകത്ത് അള്ളാഹു നൽകുമെന്ന ആ പരലോക വിശ്വാസമുണ്ടായിരുന്നു. ഇവിടെ ഉമർ ഈ സംഭവം ഞാൻ വിവരിക്കാനുള്ള കാരണം, ഉമർ റളിയല്ലാഹു അൻഹു അസ്ലമിനോട് ചോദിച്ച ചോദ്യമുണ്ടല്ലോ, അള്ളാഹുവിന്റെ സന്നിധിയിൽ എന്റെ ഭാരം ചുമക്കുവാൻ താങ്കൾ ഉണ്ടാകുമോ എന്ന്. ആ ചോദ്യം നാം ഒരുപാട് തവണ ചോദിക്കേണ്ടിയിരിക്കുന്നു. കാരണം വിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായത്തിൽ 27-ാം വചനത്തിൽ പറയുന്നുണ്ട്, വലൗ തറാ ഇദ് വുഖിഫു ലന്നാരി ഫഖാലു യാ ലൈതനാ നുറദു വലാ നുകദ്ദിബ ബിആയാതി റബ്ബിനാ വനകൂന മിനൽ മുഅ്മിനീൻ. നരകത്തിൽ അവർ നിർത്തപ്പെടുന്ന രംഗം നീ കണ്ടിരുന്നുവെങ്കിൽ അവർ പറയുമായിരുന്നു, ഞങ്ങളെ ഒന്ന് തിരിച്ചയച്ചിരുന്നുവെങ്കിൽ നിന്റെ ദൃഷ്ടാന്തങ്ങൾ ഞങ്ങൾ നിഷേധിക്കുമായിരുന്നില്ല, ദൈവദാസന്മാരിൽ ഉൾപ്പെടുമായിരുന്നുവെന്ന്. നമുക്കൊരു അവസരം ലഭിക്കില്ല. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം 16-ാം അധ്യായത്തിലെ 97-ാം വചനത്തിൽ പറയുന്നുണ്ട്, മൻ അമില സ്വാലിഹൻ മിൻ ദക്രിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫലനുഹിയനഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത പുരുഷനും സ്ത്രീക്കും ഉത്തമമായ ജീവിതവും മഹത്തായ പ്രതിഫലവുമുണ്ട്. നാവ് കൊണ്ട് അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെന്ന് പ്രവൃത്തി കൊണ്ട് അള്ളാഹുവിനെ സ്നേഹിക്കുന്നില്ല എങ്കിൽ നമുക്കൊരിക്കലും മാനവമോചനം, പരലോക മോചനം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ഈ ബാംഗ്ലൂരിൽ വന്ന് പ്രസംഗിക്കാൻ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ പഠിച്ച പട്ടണമാണിത്. പഠിക്കുമ്പോൾ ഞാൻ ദൈവമില്ല എന്ന് പറഞ്ഞു നടന്നയാളാണ്, ഇസ്ലാമിനെ വിമർശിച്ച് നടന്നയാളാണ്. ഒടുവിൽ പഠിച്ച് മനസ്സിലാക്കി ഇസ്ലാമിനെ വിമർശിക്കണം എന്ന് പറഞ്ഞൊരു സഹോദരന്റെ ആ സ്നേഹത്തോടുകൂടിയുള്ള ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ഞാൻ ആദ്യം അന്വേഷിക്കാൻ ശ്രമിച്ചത് ഒരു സ്രഷ്ടാവുണ്ടോ, ദൈവമുണ്ടോ എന്നായിരുന്നു. ഉണ്ടെന്ന് ബോധ്യപ്പെട്ടപ്പോൾ രണ്ടാമത് ഞാൻ അന്വേഷിച്ചത് മതങ്ങളിൽ യഥാർത്ഥത്തിലുള്ള ദൈവിക മതം ഏത് എന്നായിരുന്നു. ഒരു മുസ്ലിം മാതാപിതാക്കൾക്ക് ജനിച്ചെങ്കിലും ആദ്യമായിട്ടത് ബോധ്യപ്പെട്ട് ഞാൻ സ്വീകരിച്ചു. മൂന്നാമത് ഞാൻ അന്വേഷിച്ചത് വ്യത്യസ്ത സംഘടനകളുണ്ട്. ഖുർആനിക പ്രവാചക കൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യ സമൂഹത്തെ നേരായ വഴിയിലൂടെ നയിക്കുന്ന സംഘടന ഏത് എന്നായിരുന്നു ഞാൻ മൂന്നാമത് അന്വേഷിച്ചത്. അത് നദുവത്തുൽ മുജാഹിദീൻ ആണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇതിന്റെ വേദികളിൽ ഞാൻ പ്രസംഗിക്കുന്നത്. ഒരു വർഷത്തിനു മുൻപ് കുവൈത്തിൽ വെച്ച് ഇതിന്റെ ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഖാദർ മൗലവിയും ഞാനും ഇരിക്കുന്ന മുറിയിലേക്ക് ഒരു സാധാരണ തൊഴിലാളി കടന്നു വന്നു. മതപരമായിട്ടൊരു വിഷയം AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ചോദിച്ചു, ഖുർആന്റെയും പ്രവാചക വചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ തെളിവുണ്ടോ എന്ന്. കേരള നദുവത്തുൽ മുജാഹിദിന്റെ ജനറൽ സെക്രട്ടറിയായ എന്നോട് ഈ ചോദ്യം ചോദിക്കാൻ എന്ത് അവകാശം എന്ന് പറഞ്ഞ് AP അയാളെ ശാസിച്ചില്ല. ഒരു പണ്ഡിതനായി എന്നോട് ചോദിക്കാൻ എന്ത് അവകാശമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്ക് നേരെ കയർത്തില്ല. ശാന്തനായി മറുപടി പറഞ്ഞു കൊടുത്തു. കുറ്റിച്ചിറ മുതൽ ഒരുപാട് സംവാദങ്ങളിൽ അദ്ദേഹം നേടിയ സംഭാവനകളുടെ ഒരു വിദൂരമായി അടുത്തു പോലും എത്തുവാൻ എന്നെ പോലെയുള്ള പ്രഭാഷകർക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ മുഖത്തു നോക്കി ഖുർആന്റെയും പ്രവാചക വചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ തെളിവുണ്ടോ എന്ന് സാധാരണക്കാരനായ ഒരു തൊഴിലാളിക്ക് ചോദിക്കുവാൻ സാധിച്ചത് ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ അങ്ങനെയാണ് ആളുകളെ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. ഇതാണ് ഈ മഹത്തായ ഈ പ്രസ്ഥാനം. ഖുർആന്റെയും പ്രവാചക വചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഏത് നേതാവിനോടും
ഏത് മൗലവിയോടും നിങ്ങൾക്ക് ചോദിക്കാം, അവരെ വിമർശിക്കാം. ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രസ്ഥാനവുമായിട്ട് നിങ്ങൾ സഹകരിക്കണം. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഏലസ്സുകളുടെയും മന്ത്രങ്ങളുടെയും വിഭൂതികളുടെയും ജിന്നുമമാരുടെയും തങ്ങന്മാരുടെയും സിദ്ധന്മാരുടെയും കരാള ഹസ്തങ്ങളിൽ കിടന്ന് പിടയുന്ന ഒരു വലിയൊരു വിഭാഗത്തെ അതിൽ നിന്ന് മോചിപ്പിച്ച മഹത്തായ പ്രസ്ഥാനം. ഞാനൊരു കഥ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഒരു രാജാവിന് 4 ഭാര്യമാരുണ്ടായിരുന്നു. ഇതിൽ ഒന്നാമത്തെ ഭാര്യയെ രാജാവ് സ്നേഹിച്ചില്ല. അവർക്ക് ഭക്ഷണം നൽകിയില്ല, വസ്ത്രം നൽകിയില്ല, ഒരു പുഞ്ചിരി പോലും നൽകിയില്ല. രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ഭാര്യമാരെ രാജാവ് ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഏറ്റവും അധികം സ്നേഹിച്ചിരുന്നത് 4ാമത്തെ ഭാര്യയാണ്. അവർക്ക് ഭക്ഷണം നൽകി, വസ്ത്രം നൽകി, ആഭരണം നൽകി, എവിടെയും കൊണ്ടുപോയി പ്രദർശിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഭാര്യമാരെയും രാജാവ് സ്നേഹിച്ചു. അങ്ങനെ ഇരിക്കെ രാജാവിന് അസുഖം ബാധിച്ചു. ഡോക്ടർമാർ പറഞ്ഞു രാജാവിന് അധികം നാൾ ഇനി ജീവിക്കാൻ സാധ്യമല്ല, മരിച്ചു പോകും. അപ്പോൾ അവരുടെ വിശ്വാസപ്രകാരം ഖബറുകളിൽ എന്തൊക്കെ വെച്ചിട്ടുണ്ട് അത് മാത്രം, ശവക്കല്ലറയിൽ എന്തൊക്കെ വെച്ചിട്ടുണ്ട് അത് മാത്രമേ പരലോകത്ത് ലഭിക്കുകയുള്ളൂ. സ്വാഭാവികമായിട്ടും രാജാവ് ഏറ്റവും അധികം സ്നേഹിച്ചിരുന്നത് 4ാമത്തെ ഭാര്യയാണ്. അപ്പോൾ 4ാമത്തെ ഭാര്യയെ തന്നോടൊപ്പം കൂട്ടണമെന്ന ഉത്കടമായ ആഗ്രഹം രാജാവിനുണ്ടായി. 4ാമത്തെ ഭാര്യയെ സമീപിച്ചുകൊണ്ട് രാജാവ് അപേക്ഷിച്ചു, ഞാൻ മരിക്കുമ്പോൾ എന്നോടൊപ്പം നീയും മരിക്കണം, എങ്കിൽ മാത്രമേ പരലോകത്ത് എനിക്ക് നിന്നെ ലഭിക്കുകയുള്ളൂ. 4ാമത്തെ ഭാര്യ പറഞ്ഞു, സാധ്യമല്ല, കൂടി വന്നാൽ താങ്കളുടെ മരണം വരെയും ഞാനുണ്ടാകും, അതിനുശേഷം ഞാൻ പോകും. രാജാവിന് ദുഃഖമായി. 3ാമത്തെ ഭാര്യയെ സമീപിച്ചുകൊണ്ട് രാജാവ് അപേക്ഷിച്ചു, നീയെങ്കിലും എന്നോടൊപ്പം വരണം, ഒരുപാട് ഞാൻ സ്നേഹിച്ചതാണ് 4ാമത്തെ ഭാര്യയെ, അവർ വരില്ല എന്ന് പറഞ്ഞു. 3ാമത്തെ ഭാര്യ പറഞ്ഞു, കൂടി വന്നാൽ നിങ്ങളുടെ ശരീരം കൊട്ടാരത്തിൽ നിന്നും പുറത്തെടുക്കുന്നത് വരെ ഞാനുണ്ടാകും, അതിനുശേഷം ഞാനും പോകും. രാജാവിന് വീണ്ടും ദുഃഖമായി. 2ാമത്തെ ഭാര്യയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, നീയെങ്കിലും എന്നോടൊപ്പം വരണം. 2ാമത്തെ ഭാര്യയും പറഞ്ഞു, സാധ്യമല്ല, കൂടി വന്നാൽ നിങ്ങളുടെ ശരീരമുണ്ടല്ലോ അത് ശവക്കല്ലറയിലേക്ക് ഇറക്കുന്നത് വരെ ഞാനുണ്ടാകും, അത് മൂടിക്കഴിഞ്ഞാൽ ഞാനും പോകും. അങ്ങനെ രാജാവ് ദുഃഖിച്ചിരിക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു, ഞാൻ വരാം. രാജാവ് അങ്ങോട്ട് നോക്കി. കീറിപ്പറഞ്ഞ വസ്ത്രം, ക്ഷീണിച്ചൊരു സ്ത്രീ, മനസ്സിലായില്ല. വീണ്ടും വീണ്ടും നോക്കി. അങ്ങനെ പലതവണ നോക്കിയപ്പോൾ രാജാവിൻ്റെ ഓർമ്മകളുടെ അറകൾ പതുക്കെ തുറക്കാൻ ആരംഭിച്ചു. താൻ ഭക്ഷണം നൽകാതിരുന്ന, വസ്ത്രം നൽകാതിരുന്ന, ആഭരണം നൽകാതിരുന്ന, ഒരു പുഞ്ചിരി പോലും നൽകാതിരുന്ന ആദ്യത്തെ ഭാര്യയാണ്. മറ്റു ഭാര്യമാർ തന്നോടൊപ്പം വരില്ല എന്ന് പറഞ്ഞപ്പോൾ വരാൻ തയ്യാറായ ആ രാജാവിന് ആ ഭാര്യയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നുണ്ടായി, ആ ചിന്തകൾ മനസ്സിലുണ്ടായി. പക്ഷേ എന്ത് ചെയ്യാം, അധികം ദിവസങ്ങളേയുള്ളൂ ഇനി ആയുസ്. ഇതൊരു കഥയാണ്. 4ാമത്തെ ഭാര്യ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മുടെ ശരീരമാണ്. നാം ഏറ്റവും അധികം സ്നേഹിക്കുന്നത് നമ്മുടെ ശരീരത്തെയാണ്, ഒരു സംശയവും വേണ്ട. അതിനൊരു അസുഖം വന്നാൽ നമുക്ക് സഹിക്കില്ല. അതിന് നല്ല വസ്ത്രം നൽകും, നല്ല ഭക്ഷണം നൽകും, നല്ല വിലയേറിയ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കൊണ്ട് ചർമ്മം മിനുസപ്പെടുത്താൻ ശ്രമിക്കും. പക്ഷെ മരണത്തോടുകൂടി അതിനോട് നാം വിട പറയുന്നു. 3ാമത്തെ ഭാര്യ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മുടെ സമ്പത്താണ്. മരിച്ച് നമ്മുടെ മയ്യത്ത് വീട്ടിൽ കിടക്കുന്ന സമയം വരെയും അതുമായിട്ടൊരു ബന്ധമുണ്ട്. അതിനുശേഷം അതുമായിട്ട് നമ്മുടെ സമ്പത്തുമായിട്ട് ഒരു ബന്ധവും നമുക്കില്ല. എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അതോടുകൂടി അവസാനിച്ചു. 2ാമത്തെ ഭാര്യ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മുടെ ഭാര്യ, സന്താനങ്ങൾ, മാതാപിതാക്കൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ. നമ്മുടെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ച് മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ അവരും അവിടെ നിൽക്കില്ല, അവരും പോകും. 1ാമത്തെ ഭാര്യ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മുടെ ആത്മാവാണ്. ഈ ആത്മാവിന് വേണ്ടത് നാം വിചാരിക്കുന്നത് പോലെയുള്ള ഭക്ഷണമല്ല, അതിന് വേണ്ടത് വിശ്വാസമാണ്. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കർമ്മങ്ങളാണ്. വിശുദ്ധ ഖുർആനിൽ 89-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, യാ അയ്യത്തുൻ നഫ്സുൽ മുത്മഇന്ന ഇർജി ഇലാ റബ്ബിക റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അള്ളാഹുവിൽ നിന്ന് തൃപ്തി ലഭിച്ചതും സ്വയം തൃപ്തി കിട്ടിയതുമായ ആത്മാക്കളായിട്ട് എൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കുക, എൻ്റെ ദാസന്മാർക്കിടയിൽ പ്രവേശിക്കുക. എന്തൊരു മനോഹരമാണത്! അങ്ങനെ നമുക്ക് പ്രവേശിക്കണ്ടേ? അതാണ് മാനവ മോചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഈ പ്രസ്ഥാനത്തിന് അധികാരം വേണ്ട,
വോട്ട് വേണ്ട, നിങ്ങളിൽ നിന്നൊന്നും വേണ്ട. ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കുക, മറ്റുള്ളവർക്ക് ഉത്ബോധിപ്പിച്ചു കൊടുക്കുക. ഇവിടുത്തെ ശിവാജി നഗറിലൊരു സലഫി മസ്ജിദ് ഉണ്ട്. നിങ്ങൾ അവരുമായിട്ടൊന്ന് സഹകരിക്കുക. അവർക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്താം. മറിച്ച് അന്ധമായിട്ട് സഹകരിക്കാതിരിക്കുക. നല്ല ഖുതുബയുണ്ട്, നല്ല പണ്ഡിതൻ. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥത്തിലുള്ള വിജയം കരസ്ഥമാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണമെന്നും ഈ സമ്മേളനം വമ്പിച്ചൊരു വിജയമാക്കി തീർക്കാൻ പരിശ്രമിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്ന വമത്നാ അൽ ഈമാനി വത്തൗബ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും.